വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപ് എന്ന് പറയുന്ന വ്യക്തി നിരന്തരം നാണം കെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ സത്യം പറഞ്ഞാൽ ബി.ജെ.പി കാര്യാലയത്തിൽ വെക്കേണ്ട ഒരു മഹാൻ നമ്മുടെ ഇന്ത്യയിലുണ്ട്, രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ പടം ബി.ജെ.പി കാര്യാലയത്തിൽ വെച്ച് മാലയിട്ട് ചന്ദനത്തിരി എത്തിക്കണമെന്നാണ് ഇപ്പോ ബി.ജെ.പിയുടെ അണികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം ഒരു എന്താ പറയുക, ഒരു ഫേവറാണ് ബി.ജെ.പിക്ക് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആര് ഇന്ത്യക്കെതിരെ എന്ത് മോശം പറഞ്ഞാലും ഇയാൾ ചാടി പിടിക്കും, എന്നിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കും. നമ്മുടെ രാജ്യത്തിന്റെ കൂടെ ഇയാൾ നിൽക്കത്തില്ല. അതാണ് ഇയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ ഈ രാജു പി നായർ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയുണ്ട്. അയാൾ ഇരുന്ന് അഭിലാഷ് മോഹനോട്, അറിയാലോ, കൊടി കെട്ടിയ ബി.ജെ.പി വിരുദ്ധനാണ്, മോഹനോട് ചോദിക്കുന്നുണ്ട്, എത്ര റഫേൽ വീണു, എത്ര മറ്റേ സുഖോയ് വീണു, എത്ര മിഗ് വീണു, പറയണം, നമ്മുടെ മോദി പറയണം. അപ്പൊ അഭിലാഷ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം തിരിച്ചു ചോദിച്ചു, അല്ല ഈ പാകിസ്ഥാന്റെ വിമാനങ്ങളൊക്കെ വീണു എന്ന് നമ്മൾ കണ്ടതാണ്, അത് സത്യവുമാണ്, അതിന് തെളിവുകളും ഉണ്ട്. പക്ഷെ പാകിസ്ഥാൻ അത് ഒരിടത്തും പറയുന്നില്ല, അവരൊറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഈ കോൺഗ്രസ് എന്താ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് എത്ര വിമാനം വീണു, എത്ര ഇങ്ങനെ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? അയാൾ അണ്ണാക്കി പിരിവെട്ടി പോലെ ഇരുന്നു പോയി, രാജു പി നായർ. അപ്പൊ എന്തായാലും ഈ രാഹുൽ ഗാന്ധി ആണല്ലോ അതിന്റെ പ്രതിപക്ഷ നേതാവ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ട്രംപ് ഇന്ത്യൻ എക്കണോമി ഒരു ഡെഡ് എക്കണോമി ആണെന്ന് പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധിക്ക് അങ്ങ് സന്തോഷമായി. ഐ എം ഗ്ലാഡ്, ട്രംപ് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് ട്രംപിന്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. പക്ഷേ ട്രംപ് ഇന്ത്യയുടെ വെടിനിർത്തൽ എന്താണ്, ട്രംപിനോട് വലിയ സ്നേഹമാണ് രാഹുൽ ഗാന്ധിക്ക്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് ട്രംപ് ആണെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ദേഷ്യം വരും. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് ട്രംപ് ആണോ? അത് ഞാൻ അംഗീകരിക്കില്ല, രാജ്യത്തിനെ കുറ്റം പറയുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള നിലപാടാണ് രാഹുൽ ഗാന്ധിക്ക്. എന്തായാലും ട്രംപ് ഇന്ത്യയിൽ ഒരുപാട് താരിഫും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി ഏണി വെച്ച് പോയ പണി പിടിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ നേതാക്കന്മാർ ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട്. ഇയാൾ ഇത് എന്തോന്നാണ് ഈ പറയുന്നത്? കാരണം ട്രംപ് ഇന്ത്യക്കെതിരെയാണ് പറഞ്ഞത്. ആ ഇന്ത്യക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വീണ്ടും ട്രംപിന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ നമുക്കെതിരെ തിരിയില്ലേ എന്നുള്ളൊരു രീതിയിൽ പല നേതാക്കളും, അതിൽ ശശി തരൂർ അടക്കമുണ്ട്. ശശി തരൂർ അടക്കം പറഞ്ഞത് ട്രംപിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഇന്ത്യൻ എക്കണോമിയിൽ. അത് സത്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം ട്രംപ് താരിഫ് ബോംബ് ഇട്ടിട്ട് ആയില്ല. എല്ലാ മാധ്യമങ്ങളുടെയും വാർത്ത നമ്മൾ കണ്ടതാണ്. സീറോ ട്രംപ് എഫക്ട് എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പോലും തലക്കെട്ടെന്ന് പറയുന്നത്. സീറോ ട്രംപ് എഫക്ട്. ട്രംപിന് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. പിന്നെ ആകപ്പാടെ ചെയ്യാൻ പറ്റിയത് രാഹുൽ ഗാന്ധി ഒന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ പറ്റി എന്നുള്ളത് മാത്രമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും ഭദ്രതയെക്കുറിച്ചും യാതൊരു വിവരവും ബോധമില്ലാത്ത ഒരു മലമണ്ടനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് തുറന്നു കാണിക്കാനായിട്ട് ട്രംപിന് സാധിച്ചു. 6.5% വളർച്ചയാണ് ഈ സാമ്പത്തിക വർഷം നമ്മൾ കൈവരിച്ചത്. അമേരിക്ക എത്രയാണ് കൈവരിച്ചത്? വെറും 2% സാമ്പത്തിക, അത് വളരെ കുറവാണ്. നമ്മൾ 6.5% വളർച്ച കൈവരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലെ ഏറ്റവും വലിയ വളർച്ചയാണ് നമ്മൾ കൈവരിച്ചതെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പോരാത്തതിന് നമ്മുടെ സമ്പദ് വ്യവസ്ഥ, അതായത് ഡെഡ് എക്കണോമി ആണെന്ന് ട്രംപ് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വാർത്ത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്കണോമി എല്ലാവരും പോഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ട്രംപിന് കയറി സപ്പോർട്ട് കൊടുക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് മേൽ അമിത വാണിജ്യ നികുതി ചുമത്തുമെന്ന് പറഞ്ഞിട്ടും അത് കാര്യമായി നമ്മൾ മൈൻഡ് ചെയ്യാത്തതിന്റെ ചുരുക്കാണ് ട്രംപ് എന്ന് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും. കാരണം അമേരിക്കയ്ക്ക് ഇപ്പൊ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടുള്ള ചുരുക്കാണ് ട്രംപിന്. സ്വാഭാവികമായിട്ടും ഏത് കൊച്ചുകുട്ടിക്കും ആ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് അത് എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും ഇതിൽ എല്ലാവരും ശശി തരൂറിന്റെ ഭാഗത്താണ്. ശശി തരൂറാണ് പറഞ്ഞത് ശരി. ശശി തരൂർ വളരെ പക്വമായിട്ട് കാര്യങ്ങൾ അപഗ്രഥിച്ച് പറയുന്നുണ്ട്. കാരണം അമേരിക്കയ്ക്ക് നമ്മൾ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം, ശരി, ഒരു വലിയ ഏട്ടൻ എന്നുള്ള രീതിയിൽ ഓക്കെ അമേരിക്ക റെഡിയാണ് എന്നുള്ള ഇത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലേ കയറി ഇരിക്കാൻ പറ്റുന്നുണ്ട്. തലേ കയറി ഇരിക്കാൻ വന്നാൽ നമ്മളെന്ന് പറഞ്ഞാൽ ചൈനയെ പോലെ കയറ്റുമതിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല. നമുക്ക് ശക്തമായിട്ടുള്ള ആഭ്യന്തര വിപണി അകത്തുണ്ട്. ഇന്ത്യൻ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. നമുക്ക് ഇപ്പോ ഇങ്ങോട്ടൊന്നും വന്നില്ലെങ്കിലും ഒരു കുംഭമേള നടത്തിയാൽ മതി, നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ പിരിഞ്ഞു കിട്ടും കുറെ കാര്യങ്ങൾ രീതിയിലാണ് തരൂർ പറഞ്ഞത്. നമുക്ക് അവിടെ ഒന്നും പോവേണ്ട ഒരു ആവശ്യമില്ല. ഒരു കുംഭമേള, ഒരു കാൻവാർ യാത്രയും നടത്തിയാൽ മതി. കേരളത്തിൽ ശബരിമല, തമിഴ്നാട്ടിൽ പളനി, ആന്ധ്രാപ്രദേശിൽ തിരുപ്പതി, ഇങ്ങനെ കിടക്കുകയാണ്. മറ്റേ ജഗതി പറയുന്നത് പോലെ കാണ്ടമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്ന് പറയുന്നത് പോലെ എന്ത് ശശി തരൂറിന്റെ ഒരു കസറൽ എന്ന് പറയുന്നത്. അത് അടിപൊളിയായിരുന്നു. എന്തായാലും ട്രംപ് നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ് വിജയുടെ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പറഞ്ഞു, $30 ട്രില്യൺ ഇവന്റെ കടമെന്ന് പറയുന്നത് അമേരിക്കയുടെ. അമേരിക്കയ്ക്ക് ഭാവിയിൽ വലിയ നിലനിൽപ്പൊന്നുമില്ല. 2075 കൂടി അമേരിക്ക 51 ട്രില്യൺ ആവുമെന്നും ഇന്ത്യ 52 ട്രില്യൺ ആയി ഈ അമേരിക്കയെ മറികടക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ പുറത്തു വിട്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇയാളുടെ പ്രശ്നം എന്താണ്? ഈ ട്രംപിന്റെ പ്രശ്നം എന്താണ്? ഇത്
പുള്ളി അത് ഈ അമേരിക്ക എല്ലാ കാലം ശ്രമിക്കുന്ന കാര്യം. അമേരിക്കയാണോ റഷ്യയാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം ഏത് ഇന്ത്യക്കാരും പറയും റഷ്യ തന്നെയാണ്. കാരണം ആപത്ത് കാലത്തൊക്കെ കൂടെ നിന്നിട്ടുള്ള ഒരേ ഒരു രാജ്യം റഷ്യയാണ്. അമേരിക്ക എല്ലാ കാലത്തും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുകയല്ല മുന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് അനവധി സമയം. ഒരിക്കലും നമ്പാൻ പറ്റാത്ത ഒരു രാജ്യം. സായിപ്പിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതിപ്പോ ട്രംപിന്റെ ആരാധകരായാലും ആരാധകരല്ലെങ്കിലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ ഇന്നലെ ഒരാള് ചോദിക്കുന്ന കേട്ടു, നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നതും അമേരിക്കയുടെ അല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് അമേരിക്ക നമുക്ക് ഓസിന് തരുന്നതല്ല എന്ന് ആ പ്രേക്ഷകൻ അറിയണം. കാരണം ഇത് ഗൂഗിൾ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വലിയ പരസ്യദാതാവാണ്. അവന്റെ പരസ്യം കാണിക്കാൻ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമാണ്. ആ പരസ്യം ചുമ്മാതെ കാണിച്ച ആള് കാണത്തില്ല. ഇതുപോലുള്ള പ്രോഗ്രാം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ പരസ്യം കൊടുത്താൽ കാണിക്കും. അതല്ല, സായിപ്പ് സൗജന്യമായിട്ട് ഇന്ത്യക്കാരന് ചർച്ച നടത്താനല്ല യൂട്യൂബ് വച്ചിരിക്കുന്നത് എന്നുകൂടി അറിയണം. ഏതായാലും അത് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയായിരിക്കും കമന്റ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏതായാലും ഈ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ഇവിടെ കൂടുതൽ ആർക്കും അണിയുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഈ അമേരിക്ക ഇത്രയും കടുംപിടുത്തം ഈ വ്യാപാര കരാറിന് ഇന്ത്യയുമായിട്ട് വെക്കുന്നത്? ഇന്ത്യ ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണ്. കച്ചവടം കൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കുകയല്ല നല്ലത്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു കച്ചവടക്കാരൻ കച്ചവടം ഇല്ലാത്ത സ്ഥലത്ത് പോയി കട തുടങ്ങാറില്ലല്ലോ. കച്ചവടം ഉള്ളിടത്തല്ലേ കട തുടങ്ങും. അപ്പൊ ട്രംപ് ഈ മുക്കറ ഇടുന്നത് മാത്രമല്ല, ആഗസ്റ്റ് 25 അവരുടെ ഒരു സംഘം ഇന്ത്യയിൽ എത്തുകയാണ് ചർച്ച നടത്താൻ, വ്യാപാര കരാറിന്റെ ചർച്ച. എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി വരുന്നത്? ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണ്, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു വിപണിയുണ്ട് ഈ രാജ്യത്തിന് തന്നെ. അത് നമ്മൾ മുമ്പ് കണ്ടതാണ്. ചൈനയുടെ പടക്കം നമ്മൾ വേണ്ട എന്ന് നമ്മുടെ ഇന്ത്യൻ ജനത വെച്ച് കഴിഞ്ഞപ്പോൾ 50,000 കോടി രൂപയുടെ കച്ചവടമാണ് ഒറ്റ ദീപാവലിക്ക് ചൈനയ്ക്ക് പൂട്ടിക്കെട്ടിപ്പോയത്. ആ കച്ചവടം എവിടെ പോയി? ശിവകാശി അടക്കമുള്ള പടക്ക കമ്പനികൾക്കാണ് ആ കച്ചവടം കിട്ടിയത്. അപ്പൊ ഇവരുണ്ട്. ഇവിടെ വെക്കുന്ന കാറുകൾ മുഴുവൻ അമേരിക്ക കൊണ്ട് വിറ്റുവയ്ക്കുകയല്ല ചെയ്യുന്നത്. ഇവിടുത്തെ മാരുതി ഇറക്കുന്ന ആൾട്ടോ കാർ മുതൽ അങ്ങ് അറ്റമുള്ള കാർ ഇവിടെയാണ് ഉള്ളവന്മാരാണ് മേടിച്ചു കൂട്ടുന്നത്. ബാക്കിയുള്ളത് മാത്രമാണ് കയറ്റുമതി ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കും. ഇനി ഇതെല്ലാം കൂടെ കയറി അമേരിക്കയിലേക്കും അല്ല പോകുന്നത്. ഇന്നലെ ട്രംപ് തന്നെ പറയുന്നു, ഞങ്ങളും ഇന്ത്യയുമായിട്ട് പരിമിതമായ രീതിയിലെ വ്യാപാരമുള്ളൂ, അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു വലിയ കടുംപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലുൽപാദന മേഖലയും കാർഷിക മേഖലയിലും ഞങ്ങൾക്ക് ടാക്സ് ഇല്ലാതെ ഞങ്ങൾക്ക് ആ വിപണി തുറന്നു തരണം. ജന്മത്തെ തുറന്നു തരത്തില്ലെന്ന് പലവട്ടം പറഞ്ഞു. ഇന്നലെ പീയൂഷ് ഗോയൽ പാർലമെന്റിലും പറഞ്ഞു അത് തുറന്നു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ കാര്യമാണ്. ഇനി അതിനെക്കുറിച്ച് ചർച്ചയേ വേണ്ട എന്ന് പറഞ്ഞ കാര്യമാണ്. കാരണം പാൽ ഉൽപാദന രംഗത്തേക്ക് ഇരിക്കുന്ന ഈ രാജ്യത്തേക്ക് അങ്ങനെയുള്ള പാൽ കൊണ്ട് ഇറക്കേണ്ട കാര്യമുണ്ട്. അപ്പം ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്, ഇത് ഭയപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് ബാധിക്കില്ല എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ റഷ്യയുടെ നിന്നുള്ള എണ്ണ റഷ്യ അവരുടെ വില കൂട്ടിയിട്ടുണ്ട് ക്രൂഡ് ഓയിലിന്. അത് മാത്രമല്ല, നമുക്ക് ഷിപ്പുകൾ അവിടുന്ന് കൊണ്ടുവരാനുള്ള ഷിപ്പുകളെയൊക്കെ ബാൻ ചെയ്യുന്നത് മൂലം ആ ഷിപ്പുകൾക്ക് മറ്റുള്ളത് പോകാൻ കഴിയാത്ത സാഹചര്യമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ അവിടുന്ന് നമുക്ക് എണ്ണ ഈ മേടിക്കുന്ന പോലെ വാങ്ങാൻ കഴിയില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണല്ലോ ഇന്ത്യൻ സർക്കാർ വലിയ രീതിയിൽ തന്നെ എണ്ണ ഇപ്പൊ വാങ്ങിച്ചു കൂട്ടിയത്. അവർക്ക് നന്നായി അറിയാം ഇതൊരു വലിയ ബാൻ വന്നാൽ പല രാജ്യങ്ങളെയും ബാധിക്കും. ഷിപ്പിംഗിൽ ട്രേഡിംഗിൽ അത് വ്യാപാരം നടത്തുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടേഷൻ അടക്കം അത് ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ പുകലൊക്കെ ഉണ്ടാകുന്ന സമയത്താണല്ലോ നമ്മുടെ ഇന്ത്യൻ വ്യാപാരികൾ ഇറാൻ വ്യാപാരികളുമായി കച്ചവടം നടത്തിയത്. ഇതെല്ലാം ചെയ്യുന്നു. ഇനി കാനഡയ്ക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് 35% താരിഫ്, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം. ഇനി ഇസ്രായേലിന് 15% എന്നുള്ളത് 17 ആക്കി കൊടുത്തിട്ടുണ്ട്. ചൈനയ്ക്കാണ് വലിയൊരു പണി കിട്ടിയത്. കാരണം ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ആയിരുന്നു ഏറ്റവും കൂടുതൽ അമേരിക്കൻസ് വാങ്ങിക്കൊണ്ടിരുന്നത്. 144 പേരും ചൈനീസ് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ടിരുന്നവരാണ്. ഈ അമേരിക്ക എന്ന് പറയുമ്പോൾ എല്ലാവരും ഡോളറിന് മേളിൽ കിടന്നുറങ്ങുന്നതാണെന്നൊരു ധാരണ വളർക്കുന്നുണ്ട്. അത് തെറ്റാണ്. അതിൽ വലിയ രീതിയിലുള്ള പാവപ്പെട്ടവരുള്ള രാജ്യം കൂടിയാണ് അമേരിക്ക. ഇത് നമ്മളെ ബാധിക്കുന്ന മറ്റൊരു മേഖല ഫാർമസ്യൂട്ടിക്കൽ രംഗമാണ്. നമ്മുടെ മരുന്ന് വലിയ ഡിമാൻഡ് ഉള്ളതാണ്. കാരണം പാവപ്പെട്ടവരെ സംബന്ധിച്ച് ഇന്ത്യൻ മരുന്നുകൾ അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന മരുന്നുകളാണ്. ഈ മരുന്ന് ഈ വലിയ രീതിയിൽ ഫാർമസ്യൂട്ടിക്കൽ വരുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകും, യാതൊരു സംശയവുമില്ല. പക്ഷെ ഇതുമൂലം ദുരിതം അനുഭവിക്കുന്നതും മറ്റൊരു ക്രൈസിസ് ഉണ്ടാകുന്നത് എവിടെയാണ്? അമേരിക്കയിലല്ലേ. ഇത് നമ്മൾ പാകിസ്ഥാനിലും കണ്ടതാണ്. നമ്മുടെ ഈ ബാലക്കോട്ടിന്റെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മെഡിസിൻ കമ്പനികൾ മെഡിസിൻ കയറ്റി ഇടാതെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീലങ്ക വഴി നമ്മുടെ മരുന്നുകൾ കയറി പോകാൻ തുടങ്ങി. അത് പാകിസ്ഥാൻ മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പം ഇതാണ് അവസ്ഥ. അപ്പൊ ഇന്ത്യൻ മരുന്നുകൾ നേരിട്ട് എടുത്തില്ലെങ്കിൽ പോലും ഇത് വേറൊരു രാജ്യം വഴി എടുക്കാതിരിക്കാൻ കഴിയും. കാരണം അവിടെ ഉള്ളവരെല്ലാവരും തന്നെ കോടീശ്വരന്മാരല്ല അമേരിക്ക കിടക്കുന്നവര്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അങ്ങനെ അതിന്റെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ എല്ലാവരും കോടീശ്വരന്മാരെന്നല്ല. കർഷകരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ ജീവിക്കണ്ടേ അവിടെ. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ എടുക്കുന്നില്ല. ഓക്കെ, നമുക്കും വരും നഷ്ടം, അവർക്കും വരും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തുണിത്തരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ്. ഇതിന് നമുക്ക് കുറച്ച് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗമാണ് നമ്മളെ കുറച്ചുകൂടെ ബാധിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അവിടുന്ന് വാങ്ങേണ്ടതായിട്ട് കാര്യമുണ്ട്. നമ്മുടെ ജെറ്റിന്റെ പാർട്സുകൾ ഉൾപ്പെടെയുള്ളതൊക്കെ ഉണ്ട്. അതൊരു കാര്യം തന്നെയാണ്, ഇല്ല എന്നാണ് പറയുന്നത്. അതില്ലാതെ വന്നാൽ നമ്മൾ മറ്റൊരു വഴി നോക്കുകയല്ല സാധാരണഗതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വാജ്പേയിയുടെ കാലത്ത് ഉപരോധം ഏർപ്പെടുത്തി, അതിനെ അതിജീവിച്ചില്ല. ഇന്നിപ്പോ വാജ്പേയിയുടെ കാലമല്ല എന്ന് നമുക്ക് പറയാം. ശരിയാണ്, ഇന്ത്യ പഴയ ഇന്ത്യയുമല്ല, വികസിച്ചുകൊണ്ടിരിക്കുക. അതിനിപ്പോ അമേരിക്കയുടെ കാല് വെക്കേണ്ട ഒരു ആവശ്യവും ഇന്ത്യക്കില്ല.
കാരണം നമ്മളുടെ ഇപ്പൊ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പൊ ഇവർക്ക് ഈ ട്രംപിന്റെ കാര്യം രണ്ട് കാര്യത്തിലാണ് മെയിൻ ആയിട്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഒന്ന്, റഷ്യയുമായിട്ടുള്ള ഈ ബന്ധം നിർത്തണം. കാരണം റഷ്യയുടെ നിന്നാണ് നമ്മളിപ്പോൾ ആയുധം മേടിക്കുന്നത്. നമുക്ക് ആയുധം തരില്ലെന്ന് പറഞ്ഞ രാജ്യമാണ് അമേരിക്ക. ഇന്നിപ്പോൾ അവർ ആയുധം കൊണ്ട് നടക്കുന്നു, എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. മറ്റൊന്ന് ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ബ്രിക്സ് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ബ്രസീൽ പറഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്രാദേശികമായ നാണയത്തിൽ ട്രേഡിംഗ് നടത്താൻ. ഇതാണ് ട്രംപിനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. പഴയതുപോലല്ല, ബ്രിക്സ് പണ്ടൊരു ചെറിയ കൂട്ടായ്മ മാത്രമാണെങ്കിൽ ഇന്ന് അതൊരു വലിയ സഖ്യമായി മാറിയിരിക്കുന്നു. ഈ സഖ്യം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഡോളർ ഇടിയുമോ എന്നൊരു വലിയ ഭയം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം പേടിപ്പിക്കലാണ്. ഈ പേടിപ്പിക്കലിനെതിരെ ആരും പേടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. എന്നിട്ട് അദ്ദേഹം പോയി പാകിസ്ഥാനിലാണ് അവർക്ക് 19% താരിഫ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാനിൽ എന്താണ് അങ്ങോട്ട് കയറിപ്പോകുന്നതെന്ന് എനിക്കറിയില്ല. മുമ്പ് ഇന്ത്യയുമായിട്ട് സ്നേഹത്തിലിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇന്ത്യൻ മാലുകൾ പാകിസ്ഥാനിൽ എത്തിയിട്ട് പാകിസ്ഥാൻ ലേബൽ വഴി പോകുമായിരിക്കാം. ചൈനയ്ക്ക് പണി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചൈന ഇപ്പോൾ ചെയ്യുന്ന പണി ഈ വിയറ്റ്നാം അടക്കം ഉള്ള രാജ്യങ്ങളിൽ കൂടെ ചൈനയുടെ പ്രൊഡക്റ്റ് അമേരിക്കയിലേക്ക് കടത്തിവിടാൻ പോകും. അതിപ്പോ 40% താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അടിക്കടി താരിഫ് പുള്ളി അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇന്നത്തെ വരുന്ന കുഴപ്പം ശരിയാണ്, അമേരിക്ക കണക്കൊരു രാജ്യം ഇപ്പൊ ക്രൈസിസ് നേരിടുന്നുണ്ട്, സാമ്പത്തിക ക്രൈസിസ് ഇല്ല എന്നുള്ളതല്ല, യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ചെയ്യുന്നതും നല്ല കാര്യമാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യാതെ മറ്റു രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യാതെ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. പകരം അദ്ദേഹത്തിന് അമേരിക്ക രക്ഷപ്പെടണം തന്നെയാണ്. അപ്പം ടാക്സ് കൂട്ടേണ്ടത് അനിവാര്യമായ ഘടകവുമാണ്. വരുമാനം വർദ്ധിപ്പിക്കണം, വരുമാനം വേണ്ടേ, വരുമാനം വർദ്ധിപ്പിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യുകയും പ്രഷർ ചെലുത്തുകയും ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ഞങ്ങൾ തകർത്തുകളയും. ഇന്നലെ അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, ഇന്ത്യയും റഷ്യയും ഞങ്ങൾ തകർത്തുകളയും, അവരുടെ സാമ്പത്തിക ഇത് തകർക്കാൻ ഞങ്ങൾ നിഷ്പ്രയാസം മതി. ഇങ്ങേരുടെക്കാളും വലിയ പുലികൾ കുറെ നാളുകൾ കൊണ്ട് ഭരിക്കുന്നതല്ലേ, അവർക്ക് പറ്റിയില്ല. എന്തായാലും അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ശക്തനൊന്നും അല്ല ട്രംപ്. നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് ഇന്ത്യൻ വിപണി എന്ന് പറയുന്ന വളരെ ചലനാത്മകമായ വിപണിയാണ്, പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള വിപണിയാണ്. ഇത് കണ്ടറിഞ്ഞ് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ ഇന്ത്യ അവിടെ പോയിട്ട് ഞങ്ങളുടെ സാധനം ഒന്ന് എടുക്കുമെന്ന് ചോദിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ വരുന്നത് വെച്ചാൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു വിപണി ആയതുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. ട്രംപ് എന്തിനാണ് ഇത്രയും കിടന്ന് മുക്കറയിടുന്നത്? എന്നാൽ പിന്നെ ഇന്ത്യയായിട്ടുള്ള കച്ചവടം ബാൻ ചെയ്താൽ പോരെ? ഇല്ലെങ്കിൽ പിന്നെ ഈ 20 to 25 സ്ലാബിലാണ് നമ്മളെ പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പിന്നെ പുള്ളിക്ക് ഒരു 100% ആക്കിക്കൂടെ നമ്മൾ ആയിട്ടുള്ള കണക്ഷൻ വേണ്ടെങ്കിൽ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നിങ്ങളോട്ട് കച്ചവടം വേണ്ടെന്ന് അയാൾ പറയുന്നില്ലല്ലോ. അപ്പൊ എന്താണ്, ഈ വിപണി സ്ട്രോങ് ആണെന്ന് അറിയാം. അതിപ്പോ അമേരിക്കക്കാരൻ വന്ന് കച്ചവടം ചെയ്തില്ലെങ്കിൽ വേറെ വരും. എന്തുകൊണ്ടാണ് UK 30 വർഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കരാറ് പൊടുന്നനെ ഇപ്പോൾ അവർ ഓക്കെ ആക്കിയത്? എങ്ങനെയാണ് ഫ്രീ ട്രേഡിങ് എങ്ങനെയാണ് അവർ ഓക്കെ ആക്കിയത്? അവർക്ക് കാര്യം മനസ്സിലായി, സാധനം കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ വിറ്റുപോകും. അവിടെ താരിഫും കീരിഫും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഫ്രീ ട്രേഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം എന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ അവന്റെ സാധനം വിറ്റ് കിട്ടുന്ന ലാഭം. ഇത് അങ്ങനെയല്ലല്ലോ സാധനം. ഞങ്ങൾ ഇറക്കുന്നതിനൊന്നും താരിഫ് നിങ്ങൾ ചുമത്തരുത്, പകരം നിങ്ങൾ ഇറക്കുന്നതിനൊക്കെ ഞങ്ങൾ താരിഫ് വെക്കും. അത് മാത്രമല്ല, നിങ്ങളുടേതായ ക്ലച്ച് പിടിച്ചും പച്ച പിടിച്ചും നിൽക്കുന്ന പാലിൽ ഞങ്ങൾ കൊണ്ട് ഇറക്കും, പാലിൽ ഞങ്ങൾ കൈവെക്കും, കാർഷിക മേഖല ഞങ്ങൾ കൈവെക്കും എന്നാണ് പറയുന്നത്. ഇത് ആര് കേൾക്കും? അത് മോഡി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ, ഒരു പക്ഷേ കോൺഗ്രസ് സർക്കാരായിരുന്നെങ്കിൽ ഇതിന്റെ അപ്പുറവും ചെയ്തു കൊടുത്തേനെ. അതുകൊണ്ട് അത് നടക്കില്ല. ഇപ്പോൾ അവരെന്താ പറയുന്നത്, ഈ August 25 അവരെത്തുന്നത് 6ാം ഘട്ട ചർച്ചയ്ക്ക്. അപ്പൊ അവരെന്താണ് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, കരട് കരാർ എന്തായാലും ഇനി ആകുമെന്ന് തോന്നുന്നില്ല. ഒരു ഒക്ടോബർ നവംബറോട് ഒരു വലിയ കരാറിനുള്ള ലക്ഷ്യം. ഇന്ത്യ ആദ്യം തന്നെ കഴിഞ്ഞ 5ാം വട്ട ചർച്ച നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത വിഷയമുണ്ട്. ഇന്ത്യ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ, എനിക്കൊന്ന് ഇലക്ട്രിക്കൽ ഇല്ലാന്ന് തോന്നുന്നു, 5 വർഷത്തേക്ക് ഇലക്ട്രിക്കൽ ഇല്ല, നിങ്ങളുടെ മറ്റു വാഹനങ്ങൾക്ക് ഉൾപ്പെടെ ഞങ്ങൾ തീരുവ കുറച്ച് കുറയ്ക്കുന്നതാണ്. പിന്നെ കാർഷിക മേഖലയിലാണെങ്കിൽ തന്നെ ഞങ്ങളുടെ ഇതിൽ കുറഞ്ഞ ഇതുണ്ടല്ലോ, നമുക്കിവിടെ പ്രൊഡക്ഷൻ കുറഞ്ഞ ആ ഉൽപ്പന്നങ്ങൾക്കും മറ്റും, അതായത് ഈ ആപ്പിളൊക്കെ വരുന്നുണ്ട്, അമേരിക്കൻ ആപ്പിളൊക്കെ, അതിനുവേണ്ടി അതിവിടെ പ്രശ്നമായി. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഹിമാചലിൽ അടക്കമുള്ള ആപ്പിൾ കർഷകർ പ്രശ്നം ഉണ്ടായി തുടങ്ങി. അപ്പൊ അത് ഇറക്കുമതി ചെയ്യാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളും കുറെ പച്ചക്കറികളും ഒക്കെ, കാരണം ഇവിടെ പ്രൊഡക്ഷൻസ് കുറവുള്ളത്, അതും ജനിതക മാറ്റം വരുത്തിയ പച്ചക്കറികളൊക്കെ അത് നിങ്ങൾ അനുവദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കുറെ വളങ്ങൾ ഞങ്ങൾ ഇവിടെ ഓക്കെ അത് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പുള്ളിക്ക് അത് പോരാ, ഞങ്ങളുടെ പാല് തന്നെ നിങ്ങൾ കുടിച്ചേ പറ്റൂ എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും വലിയ ഈ പാൽ ഇറക്കി കഴിഞ്ഞാൽ ആരാ ഇത് കുടിക്കുന്നത്? നോൺ വെജ് പാല്. ഈ പാല് കുടിക്കുന്നത് ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ഈ പാല് കൂടുതൽ പൂജയ്ക്കും മറ്റു കാര്യത്തിനാണ് എടുക്കുന്നത്. ഇവിടെ നാളെ നമ്മുടെ അമുൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക സംഘമാണല്ലോ അമുൽ, ആനന്ദ് മിൽക്ക് ഉൽപാദക ലിമിറ്റഡ്, അവർ നാളെ ഈ നോൺ വെജ് പാലാണ് ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ അമുലിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പൊട്ടി തകർന്നു പോവും, അവരുടെ പേട തീർന്നു പോവും, അവരുടെ മറ്റേ ഈ മിൽക്കിന്റെ ക്രീം തീർന്നു പോവും, പൗഡർ തീർന്നു പോവും, ചോക്ലേറ്റ് തീർന്നു പോവും, ഐസ്ക്രീം തീർന്നു, കംപ്ലീറ്റ് അവിടെ സ്റ്റോപ്പ് ആകും ആ സാധനം. കേരളത്തിൽ ഇരുന്നിട്ട് ഇന്ത്യ അളക്കാൻ നിൽക്കരുത്. തെക്ക് നിന്ന് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ കാണാൻ പറ്റില്ലെന്ന് ഞാൻ പലവട്ടം പറയാറുമുണ്ട്. അപ്പൊ അത് അപ്പോഴേ നിന്ന് പോയി. അതിനകത്ത് നമുക്കറിയാം, കുറച്ച് നാൾക്ക് മുമ്പ് ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ നെയ്യ് കൊടുക്കുന്ന തമിഴ്നാട്ടിൽ നിന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. അതിനകത്ത് നോൺ വെജ് ആണെന്ന് പറഞ്ഞപ്പോ ഇന്ന് ആ കമ്പനിയുടെ അവസ്ഥ കണ്ടോ? ഇന്നിപ്പോ അവർ പേര് മാറ്റിയിട്ട് വേറെ ബ്രാൻഡ് വഴി കണ്ടാണ് ഇപ്പൊ, പക്ഷെ തിരുപ്പതിയിൽ എടുക്കുന്നില്ല,
വേറെ ഇപ്പൊ അവരുടെ വിശ്വാസം അതോടെ തീർന്നു. അതായത് എന്തുകൊണ്ടായിരുന്നു ശിബായ് ലഹള ഉണ്ടായത്? ശിബായ് ലഹള ഉണ്ടായതിന്റെ കാരണം ഒന്ന് അന്വേഷിച്ചു, നമ്മുടെ ചരിത്രമാണല്ലോ. അതായത് ഹിന്ദുക്കൾ പശുവിന്റെ നെയ്പുരട്ടെ വെടിയുണ്ട കടിക്കാൻ മടിച്ചത് കൊണ്ടും മുസ്ലിങ്ങൾ പന്നിയുടെ നെയ്യ് വെടിയുണ്ടയ്ക്കകത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടുമല്ലേ സംഭവിച്ചത്. ആ വികാരം ഇന്നുമുണ്ട്, മാറിയിട്ടൊന്നുമില്ല. അതല്ലാതെ സായിപ്പിന്റെ പാലാണെന്ന് പറഞ്ഞ് ഇവിടെ കുടിക്കാനൊന്നും ആളില്ല. പിന്നെ എല്ലായിടത്തും ഉള്ളത് കണക്ക് ഫോറിൻ സാധനങ്ങൾ മേടിക്കുന്ന ഒരു പരുവത്തിൽ കാണും. അമേരിക്കയുടെ മിൽക്ക് പൗഡർ ഇട്ട് ചായ കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടാകുമായിരിക്കാം, ഇല്ലെന്നൊന്നും പറയാം. പൈസ ഉള്ളവർക്ക് വാങ്ങാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. അവരുടെ പ്രൊഡക്റ്റ് ഇറങ്ങി ഇപ്പോൾ ഓൺലൈനിൽ കൂടെ മേടിക്കുന്നില്ലേ അമേരിക്കയിലും ജപ്പാനിലും സാധനങ്ങളൊക്കെ, പൈസ ഉള്ളവർക്ക് വാങ്ങാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. അപ്പം ഇതാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു കയറാൻ എന്തിനാണ് ഇവിടെയാണ് ഈ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കാണുന്നത്. അതായത് ആദ്യം ഇവർ വിചാരിച്ചത് ഈ കാർഷിക മേഖല ഉൾപ്പെടെ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസ് പറഞ്ഞെന്താ അറിയാം, ഇതാ ട്രംപിന് മുമ്പിൽ മുട്ടിലിഴയുന്ന മോദി നമ്മുടെ കാർഷിക രംഗം തകർക്കാൻ പോകും. ഇപ്പൊ അവരുടെ രോദനം എന്താണെന്നറിയാം, അയ്യോ മറ്റെന്താണ് ധനുഷ് എപ്പോഴും സൂചിപ്പിക്കുന്ന ആ സിനിമ പോലെ, അന്യൻ പറഞ്ഞൊരു സിനിമയിലെ ആ ഒരു കഥാപാത്രം പോലെ. അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് ഇപ്പോഴിങ്ങനെ പറയുന്നു. ഇപ്പൊ അവര് പറയുന്നത് അയ്യോ ഇത് മൊത്തത്തിൽ തകർന്നു പോകും. എടാ നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞത്. അത് അപ്പോഴത്തെ നിലപാട്, ഇത് ഇപ്പോഴത്തെ നിലപാട്. ഇതുകൊണ്ടാണ് ഇവർ പരിഹാസ്യരായി മാറുന്നത്. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാൻ ഒരുപാട് സ്കോപ്പുകളും സാധ്യതകളും ഉള്ളത് കൊണ്ടാണ് പതിനായിരക്കണക്കിന്, നമ്മുടെ കേരളത്തിൽ എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയത്തില്ല, പതിനായിരക്കണക്കിന് യുവാക്കളുടെ സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വെബ്സൈറ്റ് സമയം കിട്ടുമ്പോൾ എല്ലാവരും പോയി നോക്കണം. അതിനകത്തുണ്ട് എത്ര വെബ്സൈറ്റുകൾ ഇതുവരെ ഈ സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്, എത്ര സ്റ്റാർട്ടപ്പുകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് അറിയണം. കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് പഠിത്തം കഴിഞ്ഞിറങ്ങിയിട്ട് ആ ഒരു സംരംഭത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല. പക്ഷെ കർണാടക മുതൽ ഇപ്പൊ തമിഴ്നാട് ആ ഒരു മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ അനവധി അവരെന്തിനാ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നത്? അമേരിക്ക കൊണ്ട് വിൽക്കാനാണോ? ഇല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഇറക്കുന്നത്? അല്ല. ഇവിടെ എന്താണ് വസ്ത്രവിപണിയുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോ സുഡിയോടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വിവാദമൊക്കെ, ആ സമയത്താണ് മറ്റൊരു വാർത്ത വന്നത്. റിലയൻസുകാര് അവരൊരു ഇതേപോലെ സുഡിയോ പോലത്തെ തന്നെ 500 രൂപ വില വരുന്ന ഡ്രസ്സുകൾ രാജ്യം മുഴുവൻ ഗ്രാമാന്തരങ്ങളിൽ വിൽക്കാനുള്ള ഒരു ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്. അത് തുണി മേഖലയാണല്ലോ. ഈ തുണിത്തരങ്ങൾ ഇവിടെ വിറ്റഴിക്കാൻ പറ്റുന്നുണ്ടാണല്ലോ 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും വിറ്റഴിക്കാൻ. അല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കുന്ന തുണി അമേരിക്കയ്ക്ക് മാത്രമേ കയറിപ്പോകൂ, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ സമുദ്രത്തിന് കയറ്റുമതിയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം യൂറോപ്പിലേക്കൊക്കെ കയറി പോകുന്ന ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അത് ബാധിക്കുമായിരിക്കും. അതാണ് ചൈനയും ഇന്ത്യയും ഒക്കെ എപ്പോഴും പറയുന്നത്, പരസ്പരം പോരടിച്ച് നിന്ന് നിങ്ങൾ ഇതേ രീതിയിൽ ബലം പ്രയോഗിച്ചാൽ ആർക്കും ഗുണമുണ്ടായില്ല, ആരും രക്ഷപ്പെടില്ല, ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സ്ഥിതി വരുന്നത്. അപ്പം ഇപ്പോഴെന്താ പറ്റുന്നത് വെച്ചാൽ അമേരിക്കയെ ചെറിയ രാജ്യങ്ങൾ പോലും ഭയല എന്നുള്ളതാണ്. കാരണം ബ്രിക്സ് രാജ്യങ്ങളുടെ എനിക്ക് തോന്നുന്നു അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം പരസ്യമായി തന്നെ അവരുടെ വേദികളിൽ അമേരിക്ക കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്ക അവരെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അവരുടെ തീരുമാനം ഇപ്പൊ ഭയപ്പെട്ട് പിന്മാറിയാൽ ഭാവിയിലും ഇത് ആവർത്തിക്കേണ്ടി വരും, അതിന്റെ ആവശ്യമില്ല എന്നിപ്പോൾ പല രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ ട്രംപ് കാണിക്കുന്ന അതിബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചൈനയും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ചെറിയ ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി വെക്കുക. അതായത് ഫുൾ കരാർ കിട്ടില്ലെന്നറിയാം, ചൈനയുമായിട്ട് ചെറിയ ചില കാര്യങ്ങൾ കരാറുണ്ടാക്കുക. അപ്പൊ ഇന്ത്യയുമായിട്ട് ചെറിയ കാര്യങ്ങൾ കരാറുണ്ടാക്കുന്നതായിരുന്നു കരട് കരാറ്. ഇപ്പൊ അത് ഫുൾ ഫ്ലെഡ്ജിലേക്കുള്ള കരാറെന്നാണ് പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ ആത്മാർത്ഥ സുഹൃത്താണ്, ഞങ്ങളുടെ സുഹൃത്താണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരു കാര്യം. കാരണം അവർക്ക് ആയുധ വിപണിയിലേക്ക് വരണം, അവരുടെ ആയുധങ്ങൾ വാങ്ങണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത്. അപ്പം നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ഈ ഇന്ത്യക്ക് താരിഫ് അടിച്ചു കയറ്റിട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നഷ്ടം വരും, ഇല്ല എന്നല്ല. ആ നഷ്ടത്തെ അതിജീവിക്കാനും കഴിയും. അമേരിക്കയ്ക്ക് അവരുടെ പ്രൊഡക്റ്റ് എവിടെ കൊണ്ടുവച്ച് വിൽക്കണം ഈ താരിഫ് വെച്ചിട്ട്? അവരെല്ലാവർക്കും താരിഫ് അടിച്ചു കൊടുക്കുകയും അവർക്ക് താരിഫ് പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ നിയമമാണത്? അത് പ്രത്യേകിച്ച് ഈ മേഖലയിൽ വേണമെന്നാണ് ട്രംപിന്റെ കടുപ്പിടുത്തം. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ താരിഫും ഇന്നലെയൊക്കെ പല മാധ്യമങ്ങളും പറഞ്ഞു ട്രംപൊടൊക്കെ ആകെ പണിതീരെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ ഓഗസ്റ്റ് 25 ഇങ്ങോട്ട് വരുന്ന ചർച്ചയ്ക്ക്? അല്ലെ, ഒരു ന്യായമായ ചോദ്യമല്ലേ? ഇതൊരു ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണെങ്കിൽ അവർ ചർച്ചയ്ക്ക് വരേണ്ട കാര്യമുണ്ടോ? അടിക്കടി ഇന്ത്യയെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇന്ത്യയെ കുറിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല അവർക്ക്. കാരണം ചത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത്? പിന്നെ ഇന്നലെ ആരോ പറയുന്നുണ്ട് 19 വയസ്സ് ആകാറായില്ലേ, അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ട്രംപിന് എന്ന് ആരോ കമന്റ് അടിക്കുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം, അതിൻ്റെതായ ചില ഇതുണ്ടല്ലോ, പ്രായമാകും തോറും ചില മൂരാച്ചിത്തരങ്ങളും ചില ഓർമ്മക്കുറവുകളും ചില നാക്കുപിഴകളും ഒക്കെ ഉണ്ടാകാം. അതിന്റെ ഒരു അസ്വസ്ഥതയുണ്ട്. ഇനിയിപ്പോ ഇന്ന് എന്താണ് അദ്ദേഹത്തിന്റെ പുതിയ നിലപാടെന്നും പുതിയ പ്രസ്താവനയൊന്നും അറിയത്തില്ല. അത് ഇന്നത്തെ മാത്രമേ അറിയുള്ളൂ. ഇത് ഇന്നത്തെ നിലപാട് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഒരു സോഷ്യൽ ട്രൂത്ത് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ആണ് പുള്ളിയുടേത്. അതിനിപ്പോ നല്ല മൈലേജ് ആണ്. കാരണം ഡെയിലി ആൾക്കാർ കയറി നോക്കിക്കൊണ്ടിരിക്കുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും മറ്റുള്ളവരും മറിച്ചുള്ളവരൊക്കെ എന്താണ് ഇപ്പോഴത്തെ നിലപാട് എന്നുള്ളത്.
നമ്മുടെ ഓഹരി വിപണി താഴ്ന്നത് പോലെ തന്നെ അവരുടെ ഓഹരി വിപണിയും താഴ്ന്നു. മലയാള മനോരമ എന്തായാലും വളരെ ദീർഘമായി തന്നെ കണക്കും കാര്യവും വെച്ചിട്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. രണ്ട് കൂട്ടരുടെയും വിപണിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും നമ്മുടെ വിപണികൾ തിരിച്ചു കയറിയതും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇതിപ്പോ ഈ ട്രംപ് ഈ താരിഫ് പ്രഖ്യാപിച്ചിട്ട് ഇവിടെ ഒരു ചലനം ആർക്കും ഉണ്ടായില്ല, ആരും നിലവിളിക്കുന്നതും കണ്ടില്ല. ആകെ നിലവിളിക്കുന്നത് കുറെ മാധ്യമ പ്രവർത്തകരും അവരെ പിന്താങ്ങുന്ന ട്രംപ് എന്താ പറയുക അമേരിക്കൻ ഭക്തരായ കുറച്ച് പേരുണ്ട്, അവരാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചൂടായിട്ടോ അല്ലെങ്കിൽ നമ്മളൊന്നും ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഈ രാജ്യത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്നവരാണ് എല്ലാ ഇന്ത്യൻ പൗരന്മാരും. ഹോസ്പിറ്റലായാലും വിദ്യാഭ്യാസമായാലും റോഡായാലും ഒക്കെ നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ടാക്സ് കൊണ്ട് മാത്രം റോഡ് പണിയാൻ കഴിയില്ല. എല്ലാവരുടെയും ടാക്സും സർക്കാർ അത് ക്രമീകരിച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് അതിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനെയാണ്. അപ്പൊ എല്ലാ രാജ്യത്തും ടാക്സ് ജനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് എല്ലാ രാജ്യവും മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ രാവിലെ മോദി വന്നിട്ട് ഒരു മരം കുലുക്കിയിട്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഒരു രാജ്യത്തോടുള്ള കൂറ് പുലർത്തുക, അല്ലാതെ അടിമ മനോഭാവം കൊണ്ട് ട്രംപ് പറഞ്ഞു ഈ ട്രംപിന് അടിയറ വെച്ചില്ലെങ്കിൽ നമ്മൾ തീരും എന്നുള്ള മനോഭാവം പണ്ടും ഈ രാജ്യത്തില്ലായിരുന്നു, ഇപ്പോഴുമില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. മോദി പണ്ട് പറഞ്ഞ കണക്ക് ഇത് യുദ്ധത്തിന്റെ സമയമല്ല, തർക്കത്തിന്റെ സമയമല്ല, ഒന്നിച്ചു നിന്നാൽ ഒന്നിച്ചു നേടാം. അതല്ല എന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും ഇല്ലാതെ പോകും, മൊത്തത്തിൽ കുളവായി പോകത്തേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് ചിലപ്പോൾ ശരിയായിരിക്കാം, ഈ ഒരു സ്പീഡ് അല്പം കുറയുമായിരിക്കാം, ഏതാ നമ്മുടെ മുന്നേറ്റത്തിന്റെ സ്പീഡ് കുറയുമായിരിക്കും. പക്ഷെ അതിനൊരു മറുവഴി കണ്ടെത്താൻ തലയുള്ളവരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അല്ലാതെ രാജ്യം തന്നെ വിറ്റ് തിന്നണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കാലം പോയി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്തായാലും അമേരിക്ക F-35 തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിപ്പോ വേണ്ട എന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു കാര്യം കൂടെ ചർച്ച ചെയ്യാനായിരിക്കും വരുന്നത്. കാരണം ആകപ്പാടെ ഇന്ത്യ വാങ്ങിക്കുക എന്ന് പറഞ്ഞത് F-35 ആണ്. ഇപ്പൊ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി F-35 വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു രീതിയിലും കൂടെ ട്രംപിന് ഒരു തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അറിയാം, ഉറപ്പായിട്ടും നിലപാട് മാറും ട്രംപ്. കാരണം ട്രംപ് ആകപ്പാടെ നാണം കെട്ടുപോയി. ഈ ഒരു ലോക പോലീസാണ് ഞാൻ, എന്ത് ചെയ്യാൻ പറ്റും, ഒരു മൈൻഡും തരുന്നില്ല എന്നുള്ളൊരു നാണക്കേട് ട്രംപിന് വന്നുപോയി. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിൽ ട്രംപിന്റെ നിലപാട് മാറി വന്നേക്കാം. ഈ ഇപ്പൊ ചുമത്തിയിരിക്കുന്ന താരിഫൊക്കെ ട്രംപ് കുറയ്ക്കാനുള്ള സാധ്യതയും പല വിദഗ്ധരും കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെക്കാട്ടിലും താരിഫ് കുറച്ചാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്ക. ചൈന ഇപ്പൊ പാകിസ്ഥാനിൽ നിക്ഷേപിച്ച് അവസാനം ചൈനയ്ക്ക് മതിയായി. ചൈന ഇപ്പം ഉള്ള പൈസയും പോയി, മാനവും പോയി, എല്ലാം പോയി. അവസാനം ഇപ്പൊ ട്രംപാണ് വന്ന് നിക്ഷേപിച്ചിരിക്കുന്നത്. അത് ചില്ലറ നിക്ഷേപമല്ല, വലിയ നിക്ഷേപമാണ്. പാകിസ്ഥാനിൽ നിന്ന് എണ്ണ കുഴിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന് ഭാവിയിൽ എണ്ണ കിട്ടുമോ പിണ്ണാക്ക് കിട്ടുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട ഒരു സംഭവമാണ്. അത് പാകിസ്ഥാനിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്ത പാകിസ്ഥാനിലെ എണ്ണ ഇന്ത്യയെ കൊണ്ട് ഞാൻ മേടിപ്പിക്കും എന്നാണ് ട്രംപ് സ്വപ്നം കാണുന്ന ഒരു കിഞ്ഞാശ്ശേരി എന്ന് പറയുന്നത്. എന്തായാലും നടന്നത് തന്നെ, ഭാവിയിൽ അറിയാം. ഒരു മാസം മുമ്പ് സിറിയയിൽ നിന്ന് അതിലും ഒരു നല്ല കാര്യങ്ങൾ അതൊന്ന് പറയാം. സിറിയയിൽ നിന്ന് വലിയ എണ്ണ ഖനനം നടക്കുന്നു, വലിയ വാർത്തയായിരുന്നു. ട്രംപ് പറഞ്ഞതാ. അത് ആ എണ്ണ ഖനനം മുഴുവൻ നടത്തുന്നത് സൗദി അറേബ്യക്കാണ് അതിന്റെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അവർ എണ്ണ ഖനനം നടത്തും. അപ്പൊ സിറിയയിൽ നിന്ന് ഞങ്ങൾ ഒരു എണ്ണ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. ഇന്ന് ആ സിറിയക്ക് 41% ഈ അളിയൻ ടാക്സ് അടിച്ചു കൊടുത്തിരിക്കുന്നു, താരിഫ്. ഇന്നലെ വരെ പൊക്കിക്കൊണ്ടുവന്ന സിറിയക്ക് ഇന്ന് 41% താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിൽ ആ പാവം പിടിച്ച് ഇസ്രായേലിൽ 15, ഇവർ കൂടെ നടക്കുന്ന ഇസ്രായേലിൽ 17 അടിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് ഇതിന്റെ കളികൾ. കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടു. അതായത് ഒരാൾ എഴുതിയിരിക്കുകയാണ്, ഈ ട്രംപിനെ കാണുമ്പോൾ എനിക്ക് ബാലരമയിൽ പണ്ട് ഞാൻ വായിച്ച ഷുപ്പാണ്ടിയുടെ കഥകളാണ് ഓർമ്മ വരുന്നത്. പണ്ട് ട്രംപിനെ പോലെ ഒരു ഷുപ്പാണ്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എന്തായാലും വരുന്ന ദിവസം അറിയാം എന്തായിരിക്കും ട്രംപിന്റെ പുതിയ കൊച്ചു വികൃതികൾ എന്നൊക്കെ. നമ്മളതൊക്കെ ഒരു പാവപ്പെട്ട ഒരു വയസ്സായ ഒരു കാരണവരുടെ ഒരു ബുദ്ധിശൂന്യതയായിട്ട് കണ്ട് നമ്മൾ അത് ക്ഷമിക്കുക, അത്രമാത്രം നമുക്ക് പറയുള്ളൂ. താങ്ക് യു സോ മച്ച്.